ഈസ്റ്റർ, വിഷു അടക്കമുള്ള അവധി ദിവസങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണവും മുണ്ടക്കയം ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുണ്ടക്കയം പൈങ്ങന ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ കല്ലേപ്പാലം വരെയും ബൈപ്പാസ് റോഡും എരിമേലി റോഡിൽ പുത്തഞ്ചന്ത വരെയും പൂർണ്ണമായും ഗതാഗതക്കുരുക്കിൽ അമർന്നിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ കാണുവാനുള്ളത്. സ്കൂളുകൾ അടച്ചതോടെ അവധിക്കാലം ആഘോഷിക്കുന്നതിനും ഷോപ്പിങ്ങിനും വിശേഷ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളുടെ വീട് സന്ദർശിക്കുന്നതിനും വിനോദയാത്രകൾക്കുമായി ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് മുണ്ടക്കയം ടൗണിൽ അനുഭവപ്പെട്ടത്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നതിനോടൊപ്പം പ്രചരണ വാഹനങ്ങളും നിരത്തിൽ നിരുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്ക് മുണ്ടക്കയം ടൗണിന്റെ പല ഭാഗത്തും കാണുവാനുണ്ടായിരുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വിഐപികൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചതോടെ വാഹന ഗതാഗതം നിയന്ത്രിക്കുവാൻ പോലീസുകാരുമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. 2-3 ഹോം ഗാർഡുകളെ കൊണ്ട് കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. അതേസമയം റോഡിന്റെ വശങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കിയിരിക്കുകയാണ്. മുണ്ടക്കയം TB ജംഗ്ഷൻ മുതൽ കോസ്വേ ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയുടെ വശങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതോടെ കോസ്വേ കവലയിൽ നിന്നും കയറി വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞ് ദേശീയപാതയിലേക്ക് കയറുവാൻ പറ്റാത്ത സാഹചര്യവുമുണ്ടായി. ഇത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. കോസ്വേ പാലം കവലയിൽ ബൈപ്പാസ് റോഡിൽ നിന്നും എരിമേലി റോഡിൽ നിന്നും വാഹനങ്ങൾ എത്തിയതോടെ ഗതാഗത നിയന്ത്രണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഏറ്റെടുക്കുന്ന സ്ഥിതിയുമുണ്ടായി. അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കുന്നതിനോടൊപ്പം മുണ്ടക്കയം ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി നിയമിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാകും മുണ്ടക്കയം ടൗണിൽ അനുഭവപ്പെടുക. ഫെസ്റ്റൂൺ ന്യൂസ് മുണ്ടക്കയം.